ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഷെഫ് പിള്ളയുടെ ട്രെൻഡിങ് ഡിഷായ ഫിഷ് നിർവാണയാണ്. അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ ആഗോലിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ തേങ്ങാപ്പാൽ, മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, എണ്ണ, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, നാരങ്ങാനീരും കുറച്ച് കുരുമുളക് പൊടിയും. ആദ്യം നമുക്ക് ഫിഷ് മാരിനേറ്റ് ചെയ്യാനായിട്ടുള്ള മസാല ഉണ്ടാക്കാം. അതിനായിട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും നാരങ്ങാനീരും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഈ മസാല ഇനി നമുക്ക് ഫിഷിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കാം. മസാല നന്നായിട്ട് ഫിഷിൻ്റെ മുകളിൽ പിടിക്കാനായിട്ട് നമ്മൾ ഫിഷ് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഫിഷിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് മസാല തേച്ചതിന് ശേഷം നമുക്കതൊരു 30 മിനിറ്റ്സ് മാറ്റി വെക്കാം. മിനിറ്റ്സ് കഴിഞ്ഞ് നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യണം. അതിനായിട്ട് പാനിൽ ആവശ്യത്തിനുള്ള ഓയിൽ എടുക്കാം. ഓയിൽ ചൂടായാൽ നമുക്കതിലേക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം. ഫിഷിൻ്റെ 2 സൈഡും മറച്ചിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഫിഷ് മറച്ചിടുമ്പം അത് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മെല്ലെ മറച്ചിട്ടാൽ മതി. അപ്പോൾ നമ്മുടെ ഫിഷ് ഇപ്പോൾ 2 സൈഡിലും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്കൊരു മൺചട്ടി എടുക്കാം. അതിലൊരു ചെറിയ കഷ്ണം വാഴയില വെച്ച് കൊടുക്കാം. വാഴയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഫിഷിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് 2 പച്ചമുളക് ആഡ് ചെയ്യാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ജിഞ്ചർ മുറിച്ചതും ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലൊന്ന് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ഫിഷ് നിർവാണ റെഡിയായി കഴിഞ്ഞു. വലിയ വലിയ ഹോട്ടലുകളിലൊക്കെ സെർവ് ചെയ്യുന്ന ഡിഷ് നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ഈ ഡിഷ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണിത്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.